ഏതൊക്കെ വേദിയിൽ ഏതൊക്കെ മത്സരങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ആലോചിച്ചു കൊണ്ടിരിക്കരുത്. കാരണം ഏതൊക്കെ വേദിയിലെ മത്സരങ്ങൾ നമുക്ക് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാനുണ്ട് എന്നൊക്കെ ഞാൻ പറയായിരുന്നു. മഞ്ഞയുടെ സംസ്ഥാന സമ്മേളനമാണെന്ന് എന്നെ മാറ്റി നിർത്തുവോ? നമ്മുടെ കളറാണ് കൂടുതൽ മാച്ച് ആയിട്ടുള്ളത്. മാറ്റി നിർത്തുവോ? തൽക്കാലം സൈഡ് നിന്നോട്ടല്ലേ. ബ്രസീൽ, അതുപോലെ മഞ്ഞപ്പട, ബ്ലാസ്റ്റേഴ്സ് അല്ലേ? ഇത് ഹാട്രിക് ബോയ് ആണ്. ഹാട്രിക് ബോയ്. എന്താ ഹാട്രിക് ബോയ് ഞാൻ വിളിച്ചെന്താ? മിമിക്രിയില് 3 തവണ സ്റ്റേറ്റിൽ വന്നതിനെ കൊണ്ട്. ആണോ? എ ഗ്രേഡ് അല്ലേ? 3ാം വർഷമാണ്. 3ാമത്തെ വർഷം. ഈ ചട്ടമ്പി 10ാം ക്ലാസ്സിലാട്ടോ. കണ്ടാ തോന്നില്ല. ഞങ്ങൾ ഇത് കഴിഞ്ഞൊരു പോക്കുണ്ട് അങ്ങോട്ട് അല്ലേ? ഇതുപോലെ പൊക്കമൊക്കെ വെച്ച് അടിപൊളിയായി ഒരുപാട് മിമിക്രി ഒക്കെ ചെയ്ത് എന്താ ആഗ്രഹം? വിഭാഗത്തിലും സിനിമാ നടനാവണം. ഇത്തവണ നമ്മൾ അങ്ങനെ ആരും പറയുന്നത് കേട്ടില്ലല്ലേ? കലോത്സവത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഗസ്റ്റുകളാരും മമ്മൂട്ടി സാർ. കേക്ക്. മമ്മൂട്ടി സാറാണ് പ്രിയപ്പെട്ട നടൻ. ഞങ്ങളുടെ ചെയർമാന്റെ പേര് മമ്മൂട്ടി എന്നാണ്. ഇഷ്ടപ്പെട്ട നടനായിട്ടുള്ള അതേ മമ്മൂട്ടിയാണ് ഞങ്ങളുടെയും ചെയർമാൻ കൈരളിയുടെ. ഓക്കെ, എന്ത് ലുക്കാ അല്ലേ മമ്മൂട്ടി? ഓരോ ഫോട്ടോയും കാണാറുണ്ടോ? ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാമില് ഫോളോ ചെയ്യുന്നതിനെ കൊണ്ട് ഓരോ പോസ്റ്റും ഇങ്ങനെ വരും. അടിപൊളി. ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവർ ആണ്. ലാസ്റ്റ് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് സ്ട്രൈക്ക് ചെയ്ത മമ്മൂക്കയുടെ ചിത്രം ഏതാണ്? ജാക്കറ്റ് ഇങ്ങനെ അപ്ഡേറ്റ് ആണ് മമ്മൂക്ക, അപ്ഡേറ്റ് ആണ് ഈ ഹാട്രിക് ബോയ്. ഇനി പരിചയപ്പെടുത്തിയിട്ട് മിമിക്രിയിലേക്ക് പോവാം. സ്വയം പരിചയപ്പെടുത്തും. എൻ്റെ പേര് നിഷാൻ മുഹമ്മദ്. ഞാൻ വരുന്നത് കോഴിക്കോട് പാലോറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് മിമിക്രിയിൽ എ ഗ്രേഡ് കിട്ടിയതുകൊണ്ടാണ്. അപ്പോ ആ മിമിക്രിയുടെ ലോകത്തേക്ക് കിടക്കാം. മിമിക്രിയിലൂടെ സിനിമയിലൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, അറിയാലേ? നല്ല വഴിയാ പിടിച്ചിരിക്കുന്നത്. ഓക്കെ, മാന്യ സദസ്സിന് വന്ദനം. ഒരു കറുത്ത രാത്രിയുടെ ഓർമ്മയിൽ മുണ്ടക്കൈ ചൂരൽമല. വയനാടൻ മലമടക്കുകളിലെ ദുരന്തം. നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട്ടിലെ ചൂരൽമലയിൽ ശക്തമായ ഉരുൾപൊട്ടൽ. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മനുഷ്യരെ പോലെ രക്ഷയും കാത്ത് വളർത്തുമൃഗങ്ങളും. അവസാനം വാർത്തയിലെത്തിയെന്നല്ലേ? നമ്മളെ വെറുതെ വിട്ടിട്ടില്ല. ശരത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോഴേ വയനാടിന്റെ ദുരന്തത്തെയാണ് വാർത്തയിലൂടെ ഇഷാൻ നമ്മുടെ മുമ്പിൽ എത്തിച്ചത്. അങ്ങനെയെങ്കിൽ ഈ കൊച്ചുപിടിക്കുന്ന ഒരു സമ്മാനം കൊടുക്കട്ടെ? പിന്നെ വേണം, ഉറപ്പായും വേണം. സൗണ്ടിന് പറ്റാത്തതാണ് എങ്കിലും കഴിക്കണം. ചിരി നോക്ക്. ഒരു ക്ലോസ്. ഈ ചിരി എന്തൊരു ചിരി! എ ഗ്രേഡ് കിട്ടിയപ്പോ പോലും ഇത്രയും ചിരിച്ചായിട്ട്. ഇപ്പൊ ഒരു റീലുണ്ട്, നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും മനോഹരമായി ചിരിക്കുന്നത് ആരാന്ന്. അതുപോലെ നമ്മളുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഏറ്റവും മനോഹരമായി ചിരിക്കുന്ന ആരാ ചോദിച്ചാൽ നിഷാൻ മുഹമ്മദിന് ആ അവാർഡ്, പുഞ്ചിരിക്കുള്ള അവാർഡ്. ഓക്കെ, താങ്ക് യു നിഷാൻ. അപ്പോ +1ലും +2ലും വീണ്ടും കാണാം. അടുത്ത 2 വർഷം കൂടി ഉണ്ട്. താങ്ക് യു മോനെ.